15 വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പുറപ്പെടുവിക്കരുതേ. അതെ, മോശ യഹോവയായ ദൈവത്തോട് പറഞ്ഞതാണിത്. തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പുറപ്പെടുവിക്കരുതേ. അത് ഇന്ന് പകലിൽ എത്ര പേര് ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നു? ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ വില എത്ര പേര് പകലിൽ തിരിച്ചറിയുന്നു? മോശ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് മോശ ആ കാലഘട്ടത്തിൽ പറഞ്ഞത്, തിരുസാന്നിധ്യമില്ലാതെ ഞങ്ങളെ എങ്ങോട്ടേക്കും പുറപ്പെടുവിക്കരുതെന്ന്. ആമേൻ, സ്തോത്രം. നമുക്ക് എത്ര പേർക്ക് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുണ്ട്? തിരുസാന്നിധ്യമില്ലാതെ എന്നെ ജോലി സ്ഥലത്തേക്ക് അയക്കരുത്, തിരുസാന്നിധ്യമില്ലാതെ എൻ്റെ തലമുറകളെ അവരുടെ സ്കൂളിലേക്ക് വിടരുതേ അപ്പാ. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ഇന്നു മുതൽ പ്രാർത്ഥിച്ചങ്ങനെ തുടങ്ങണം കേട്ടോ. നിങ്ങൾ ഏത് കാര്യത്തിന് പുറപ്പെടുന്നതിന് മുമ്പേ ദൈവത്തോട് ആലോചന ചോദിക്കണം, തിരുസാന്നിധ്യത്തെ ചോദിക്കണം. ദൈവം അത് ശുഭമാക്കി തരും. കാരണം എന്തെന്നോ, മോശ എന്തുകൊണ്ടാണ് തിരുസാന്നിധ്യം ചോദിച്ചത്? ദൈവത്തിന്റെ സാന്നിധ്യത്തെ അത്രയും വില കൊടുത്ത് പ്രാർത്ഥിച്ചത്. മോശയ്ക്കറിയാം മുന്നിൽ യുദ്ധങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ഇതൊക്കെ ദൈവ സാന്നിധ്യമില്ലെങ്കിൽ അതിന്മേൽ ഒരു ജയം ലഭിക്കത്തില്ല എന്ന്. അതെങ്കിൽ അങ്ങനെയെങ്കിൽ ദൈവ പൈതലേ, എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിങ്ങളുടെ മുമ്പിൽ വരാമാവുന്ന അനർത്ഥങ്ങൾ, പ്രതിസന്ധികളെല്ലാം ദൈവ സാന്നിധ്യത്തിന്റെ നിറവിനാണ് നിങ്ങൾ നടന്ന് നീങ്ങുന്നതെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ വരുവാൻ പോകുന്ന എല്ലാ പ്രതിസന്ധികളും കർത്താവ് അതിനെ കൈകാര്യം ചെയ്യുമെന്ന്, അല്ലെങ്കിൽ ആ സാന്നിധ്യം അതിനെ കൈകാര്യം ചെയ്യും.